ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ, അതായത് ക്രെംലിൻ, റഷ്യൻ അഡ്മിനിസ്ട്രേഷൻ അവിടെ ലാൻഡ് ചെയ്തു. ലോകം മുഴുവനും ഇത് വലിയ സംഭവമായിട്ടാണ് ഗ്ലോബൽ മീഡിയ കാണുന്നത്. റഷ്യ ഉക്രൈൻ വാറിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു പുടിനെ കാണുവാൻ വേണ്ടി, റഷ്യയെ കാണുവാൻ വേണ്ടി. അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്നുണ്ടായ ദാരുണമായ സംഭവം, റഷ്യൻ മിസൈലുകൾ ഏകദേശം കുട്ടികളുടെ ആശുപത്രിയിൽ ഉക്രൈനിൽ ഹിറ്റ് ചെയ്ത് ഏകദേശം 24 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അതായത് റഷ്യൻ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രി ജോയിൻ്റ് ആയിട്ടുള്ള പത്രസമ്മേളനം നടത്തുമ്പോൾ അത് സാധ്യത വളരെ കുറവാണ്. നടത്തുമ്പോൾ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? കാരണം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് വാറുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം വല്ലാത്ത സ്ഥിതിയിലോട്ട് പോയി. കാരണം ഇത് റഷ്യയിലുള്ള ആൾക്കാർ മനഃപൂർവ്വം ചെയ്തതാണ്. അല്ലെങ്കിൽ പ്രത്യേക ഈ ഡേറ്റിൽ തന്നെ ഇതേപോലെ കുട്ടികളുടെ ആശുപത്രിയിലാണ് ഹിറ്റ് ചെയ്യുന്നത്. പലയിടത്തുമായിട്ട് അവർ ഹിറ്റ് ചെയ്ത് ആശുപത്രിയിൽ ഹിറ്റ് ചെയ്തു. 24 കുട്ടികൾ റബിളിൽ കിടക്കുകയാണ്. ഇത് വല്ലാത്തൊരു ചോദ്യമായി. അപ്പം എന്താണ് മോദി റഷ്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏതായാലും അവിടെ ഡിഫൻസിൻ്റെ ആംസിൻ്റെ ഷോപ്പിങ്ങിന് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് തന്നെ അവരുടെ ആംസ് തികയുന്നില്ല. അത് നമ്പർ 1. പുടിൻ ചിലപ്പോൾ ഇന്ത്യയോട് ആംസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ആംബിനേഷൻസ്, അത് ബോംബ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു കാരണവശാൽ ഇത് ഇന്ത്യക്ക് ഇന്നത്തെ സന്ദർഭത്തിൽ, കാരണം ലോകം മുഴുവനും റഷ്യയെ എതിർക്കുകയാണ്, കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യ റഷ്യയുമായിട്ട് യുദ്ധസമയത്ത് നടത്തിയ ക്രൂഡിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ 67 ബില്യനാണ്. ഇതൊക്കെ ഇൻ്റർനാഷണൽ പത്രങ്ങളിൽ ഇന്നുമായിട്ട് വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ വിസിറ്റിന് വലിയ പ്രാധാന്യമാണ് ലോക മാധ്യമങ്ങൾ കൽപ്പിച്ചിരുന്നത്. അതിനെപ്പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനോട് പറയുന്നതും, അത് എന്തിനെ, ഇപ്പം റഷ്യ ഉക്രൈൻ വാറിന് ഒരു അറുതി വരുമോ, ഇതൊക്കെ ഇത് ചോദ്യചിഹ്നമായി വന്നു. ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ കയറി വരുന്നത്. ഈ ഉക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണം പലയിടത്തും ഉണ്ടായി, പക്ഷേ ഇത്രയും കുട്ടികൾ മരിച്ചു. അതായത് ഇതിൻ്റെ കിട്ടാൻ പോകേണ്ടിയിരുന്ന വലിയൊരു പ്രാധാന്യം, ഒരു ഗ്ലോബൽ ഇവൻ്റ് എന്നുള്ള പ്രാധാന്യം പെട്ടെന്നങ്ങ് അതിൻ്റെ അങ്ങ് മങ്ങുകയാണ്. അപ്പം ഇത് വല്ലാത്ത ചോദ്യചിഹ്നമാണ്. കാരണം പത്രങ്ങളും മീഡിയ, ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ പ്രധാനമന്ത്രി മോദിയോട്, കാരണം അവിടെ ചെന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് ഉണ്ടായേക്കുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കും. നരേന്ദ്രമോദിക്ക് ഇതിനെപ്പറ്റി എന്തഭിപ്രായം പറയാൻ സാധിക്കും? ഉറപ്പായിട്ടും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു, വാറിൻ്റെ ഒരു സമയമല്ല ഇത്. അതായത് റഷ്യ ഉക്രൈൻ, അതായത് പുടിൻ്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്, ഇതൊരു വാറിൻ്റെ സമയമല്ല, നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു രാജ്യമായിട്ടും യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമുള്ളൊരു രാജ്യമല്ല. ഇന്ത്യയുടെ നയം അതല്ല. ഇന്ത്യ റഷ്യയെ പിന്തുണയ്ക്കാനോ ഉക്രൈനെ പിന്തുണയ്ക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ റഷ്യയെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുന്നതിന് എതിരെ ഇന്ത്യ സ്റ്റാൻഡ് എടുത്തു. അതായത് G7 രാജ്യങ്ങളുടെ മീറ്റിങ്ങിലാണെങ്കിൽ റഷ്യ ഒറ്റപ്പെടുത്തുന്ന പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയെ സൗദി അറേബ്യയാണ് എതിർത്തത്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡുണ്ട് ബേസിക്കലി. അതായത് ഈ പറയുന്ന നാറ്റോ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും ഐസൊലേറ്റ് ചെയ്ത് മാറ്റുന്നതിനെതിരെയാണ് ഇന്ത്യ. അതേപോലെ റഷ്യയുമായിട്ടുള്ള വ്യാപാരം എല്ലാവരും നിർത്തിയ സമയത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും റഷ്യയുമായിട്ട് വ്യാപാരം നടത്തി, പ്രത്യേകിച്ച് ഓയിലുമായിട്ടുള്ള രീതിയിൽ. കാരണം അങ്ങനെ ഒരു രാജ്യത്തെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഈ യുക്രൈൻ ഈ വാറിനൊക്കെ മുമ്പ് പല കാര്യങ്ങളിലും ഇന്ത്യയുമായിട്ട് എതിർത്തിരുന്നു. കാരണം ഇന്ത്യയുടെ പല നിലപാടിനെ എതിർത്ത് അവർ കാശ്മീരുമായിട്ടും പാകിസ്ഥാനുമായിട്ട് അവരുടെ നിലപാടിനെ അനുകൂലിച്ചിട്ടുണ്ട് പല ഫോറങ്ങൾ. പിന്നീടത് ഉക്രൈൻ മാറ്റി. ഇപ്പോഴാണ് ഉക്രൈന് ബോധ്യമാകുന്നത് ഇന്ത്യ എന്ന് പറയുന്നൊരു സൂപ്പർ ശക്തിയാണ്. ഇന്ത്യക്ക് പലതും റഷ്യയുടെ മുകളിൽ പ്രഷറൈസ് ചെയ്ത പലതും നേടിയെടുക്കുവാൻ സാധിക്കും. അതിൻ്റെ പേരിലാണ് ഉക്രൈൻ പല ബൈലാറ്ററൽ ടോക്സും റിലേഷൻഷിപ്പും ഒക്കെ വളരെ ശക്തമായിട്ട് ഇന്ത്യയുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പം നമ്മളിതിൻ്റെ ഔട്ട്കമിന് നോക്കാവുന്നത് ഈ പറയുന്ന ഇവൻ്റ്, മോശമായൊരു ഇവൻ്റ് ഉക്രൈനിലുണ്ടായ ശേഷം ഈ പുടിൻ പ്രധാനമന്ത്രി മോദിയുമായുള്ള ടോക്സിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? ഇതാണ് അടുത്ത ചോദ്യം. അതായത് ഈ വാറ് എങ്ങനെയെങ്കിലും നിൽക്കണമെന്ന് ഇപ്പോൾ റഷ്യയ്ക്കും താല്പര്യമുണ്ട്. ആരതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കണം?
കാരണം അമേരിക്ക അതിനു മുമ്പ് ഒരു ഡെലിഗേറ്റ്സിനെ ഇന്ത്യയിൽ വിട്ടിരുന്നു. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ടീമിനും ഒരു ബ്രീഫ് കൊടുക്കാം. വാറ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ വാർ ഫർദർ പോകുന്ന ഈ രാജ്യങ്ങൾക്കും ഗ്ലോബലായിട്ട് ആർക്കും അനുകൂലമല്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും ഇൻഫ്ലേഷനും എക്കോണമിയും ഫൂഡും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം, എങ്ങനെ ഏത് രീതിയിലായിരിക്കും പ്രധാനമന്ത്രി മോദിയുടെ വിസിറ്റിൻ്റെ ഔട്ട്കം, ഇതാണ് ലോകം ഉറ്റുനോക്കുക. ഇതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ കൂടുതൽ ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ല. കാരണം ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ചെയ്യാനിരുന്ന സന്ദർഭത്തിലാണ് ഇതേപോലെ ഹിറ്റുണ്ടായിട്ട് ഇത് വളരെ ദുരന്തമായ രീതിയിലോട്ട് പോകുന്നു. അപ്പം അതിനെക്കൊണ്ട് ഫർദറായിട്ട് ഒന്നും പറയുവാനില്ല.